ഹരി ഓം. ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 160 ശ്ലോകങ്ങൾ വരെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 161 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവി നമഃ. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത. കാര്യകാരണ നിർമുക്ത, അതായത് കാര്യകാരണങ്ങളിൽ നിന്നും മുക്തയായ ദേവി. ഈ പ്രപഞ്ചത്തിൽ എന്തിനും കാരണമുണ്ടാകും. നമുക്കറിയാം, എന്തു കാര്യമുണ്ടെങ്കിലും അവിടെ ഒരു കാരണമുണ്ട്. പക്ഷെ ദേവിയെ സംബന്ധിച്ചിടത്തോളം, ആ ബ്രഹ്മശക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യകാരണ ബന്ധങ്ങളൊന്നും തന്നെയില്ല. ദേവി അതിൽ നിന്നൊക്കെ മുക്തയാണ്. കാമകേളി തരംഗിത. കാമകേളികളിൽ തരംഗിത എന്ന് വെച്ചാൽ ഉത്സാഹത്തിമിർപ്പോട് കൂടിയത്. കാമകേളി എന്ന് വെച്ചാൽ നമുക്കറിയാം, മൂലാധാരത്തിലുള്ള ആ കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ അവിടെയുള്ള പരമശിവനുമായി യോജിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള ശ്ലോകങ്ങളിൽ കണ്ടു. അങ്ങനെ ആനന്ദത്തിമിർപ്പോട് കൂടിയ ദേവി, അതാണ് കാമകേളി തരംഗിത. അപ്പോൾ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത. അടുത്തത് കനത്കനക താടങ്ക ലീലാവിഗ്രഹധാരിണി. കനത്കനക താടങ്ക, കനത്ത് എന്ന് വെച്ചാൽ മിന്നിത്തിളങ്ങുന്ന, കനക താടങ്ക എന്ന് വെച്ചാൽ സ്വർണ്ണ കർണാഭരണങ്ങൾ, അതായത് മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ കർണാഭരണങ്ങളോട് കൂടിയ ദേവി. ധ്യാന ശ്ലോകങ്ങളിലൊക്കെ ദേവിയുടെ വർണ്ണന പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. അതാണ് കനത്കനക താടങ്ക ലീലാവിഗ്രഹധാരിണി. ഒരു ലീലയ്ക്ക് വേണ്ടി മാത്രം, വിഗ്രഹം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരമെടുത്ത ദേവി, അതിൽ രസം പൂണ്ട ദേവി, അതാണ് ലീലാവിഗ്രഹധാരിണി. കനത്കനക താടങ്ക ലീലാവിഗ്രഹധാരിണി. അടുത്തത് അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി. അജ, അജ എന്ന് വെച്ചാൽ ഒരിക്കലും ജനനമില്ലാത്ത ദേവി. ക്ഷയവിനിർമുക്ത, ക്ഷയം എന്ന് വെച്ചാൽ നാശം. നാശം എന്നൊരവസ്ഥയിൽ നിന്നും മുക്തയായവൾ, അതായത് നാശമില്ലാത്ത ദേവി. മുഗ്ധ, മുഗ്ധ എന്ന് വെച്ചാൽ സൗന്ദര്യവതി, ലാവണ്യവതിയായ ദേവി, അതാണ് മുഗ്ധ. ക്ഷിപ്രപ്രസാദിനി, ക്ഷിപ്രം എന്ന് വെച്ചാൽ വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവി. പക്ഷേ അതിന് വേണ്ടുന്നത് പരിപൂർണ ഭക്തി സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമേ ദേവി വേഗത്തിൽ പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ അജ ക്ഷയവിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി. അടുത്തത് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖ സമാരാധ്യ, അന്തർമുഖമായി ആരാധിക്കേണ്ടതായ ദേവി, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ ബാഹ്യവിഷയങ്ങളിൽ നിന്നും പിന്മാറ്റി ആത്മധ്യാനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടവൾ എന്നർത്ഥം. യോഗികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഈ ബഹിർമുഖരായവർക്ക് അത്യന്തം ദുർലഭയായ ദേവി. പുറത്ത് തിരിഞ്ഞാൽ ദേവിയെ കിട്ടുക പ്രയാസമാണ്. അതാണ് ബഹിർമുഖ സുദുർലഭ. അപ്പോൾ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഇനി ത്രയീ ത്രിവർഗനിലയ ത്രിസ്ഥ ത്രിപുരമാലിനി. ത്രയീ, ത്രയീ എന്ന് വെച്ചാൽ 3 വേദങ്ങളുടെയും, എന്തൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 വേദങ്ങളുടെയും സ്വരൂപമായ ദേവി, അതാണ് ത്രയീ ത്രിവർഗനിലയ. അതായത് ത്രിവർഗം എന്ന് വെച്ചാൽ ധർമ്മ അർത്ഥ കാമങ്ങളുടെ വിളനിലമായ ദേവി, ത്രിവർഗനിലയ. ത്രിസ്ഥ, ത്രിസ്ഥ എന്ന് വെച്ചാൽ 3 ഇനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ലോകങ്ങളെടുത്താലും 3 ലോകങ്ങളുണ്ട്, 3 വേദങ്ങളുണ്ട്, 3 ഗുണങ്ങളുണ്ട്, 3 കാലങ്ങളുണ്ട്. അങ്ങനെയുള്ള 3 ഇനങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ദേവി, അതാണ് ത്രിസ്ഥ. ത്രിപുരമാലിനി, ത്രിപുരമാലിനി എന്ന് പറയുന്നത് ശ്രീചക്രത്തിൻ്റെ ഒരു ദേവതയാണ് ത്രിപുരമാലിനി. അതിനെ ലളിതാ പരമേശ്വരി തന്നെയാണ് ത്രിപുരമാലിനി. അതാണ് ത്രയീ ത്രിവർഗനിലയ ത്രിസ്ഥ ത്രിപുരമാലിനി. ഇനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സുധാശ്രുതി. നിരാമയ, ആമയം അതായത് ദുഃഖം, പീഡകൾ ഒന്നുമില്ലാത്ത ദേവി, അതാണ് നിരാമയ. നിരാലംബ,
ആലംബനമില്ലാത്ത ദേവി. നമുക്കൊക്കെ ദേവിയെ ആശ്രയിക്കാം, ദേവിയെ ഉള്ളൂ നമുക്ക് ആശ്രയം. പക്ഷേ ദേവിക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതാണ് നിരാലംബ. സ്വാത്മാരാമ. സ്വാത്മാരാമ, സ്വന്തം ആത്മാവിൽ തന്നെ, തന്നിൽ തന്നെ ആനന്ദിക്കുന്ന ദേവി. അതാണ് സ്വാത്മാരാമ. നമുക്കൊക്കെ ആനന്ദത്തിന് വേണ്ടി പുറമേയുള്ളതിനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ ദേവിയുടെ തന്നെ ആ ആത്മാവിൽ തന്നെ ആനന്ദിക്കുകയാണ്. അതാണ് സ്വാത്മാരാമ. സുധാശ്രുതി. സുധാശ്രുതി എന്ന് വെച്ചാൽ അമൃതം പ്രവഹിപ്പിക്കുന്ന ദേവി. നമ്മൾ കണ്ടു, കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ അമൃതം സ്രവിപ്പിക്കുന്നു. അങ്ങനെ അമൃതം പ്രവഹിപ്പിക്കുന്ന ദേവി സുധാശ്രുതി. അപ്പോൾ നിരാമയ, നിരാലംബ, സ്വാത്മാരാമ, സുധാശ്രുതി. അടുത്തത് സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. അത് ഒറ്റ നാമമാണ്. സംസാര പങ്ക. പങ്കെന്ന് വെച്ചാൽ ചെളിക്കുണ്ടമാണ്. സംസാര പങ്കെന്ന് വെച്ചാൽ ഈ ലൗകിക ജീവിതത്തെ ഒരു ചെളിക്കുണ്ടമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ലൗകിക ജീവിതമാകുന്ന ചെളിക്കുണ്ടത്തിൽ നിർമ്മഗ്ന വെച്ചാൽ മുങ്ങിക്കിടക്കുന്നവരെ സമുദ്ധരണ പണ്ഡിത, ഉദ്ധരിപ്പിക്കുന്നു, പിടിച്ചുയർത്തുന്നതിൽ പണ്ഡിത, സാമർഥ്യമുള്ള ദേവി. അതായത് ലൗകിക ജീവിതമാകുന്ന ഈ ചെളിയിൽ മുങ്ങിക്കിടക്കുന്നവരെ പിടിച്ചുയർത്തുന്നതിൽ സാമർഥ്യമുള്ള ദേവി. അതിന് നമുക്കും അങ്ങനൊരു മനസ്സ് വേണം. ഈ ലൗകിക ജീവിതത്തിൽ തന്നെ ആനന്ദിച്ച് കിടക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്, അവിടുന്ന് നമുക്ക് ഉയരണം. അങ്ങനെയുള്ളവരെ ദേവി പിടിച്ചുയർത്തുന്നു. അതാണ് സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. അടുത്തത് യജ്ഞപ്രിയ, യജ്ഞകർत्री, യജമാനസ്വരൂപിണി. യജ്ഞപ്രിയ, യജ്ഞങ്ങളിൽ പ്രീതിയുള്ള ദേവി, യാഗാദികളിലൊക്കെ താല്പര്യമുള്ള ദേവി. യജ്ഞങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് ജപയജ്ഞമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതാണ് യജ്ഞപ്രിയ. യജ്ഞകർत्री, അതായത് യജ്ഞങ്ങൾ നടത്തുന്ന ദേവി. യജമാനസ്വരൂപിണി, ഈ യാഗം യജ്ഞമൊക്കെ നടത്തുന്ന ഒരു യജമാനൻ കാണുമല്ലോ, ആ യജമാനൻ്റെ സ്വരൂപത്തിലാണ് ദേവിയാണ് ഉള്ളത്. അങ്ങനെയുള്ള യാഗം നടത്തുന്ന യജമാനൻ്റെ സ്വരൂപത്തിലുള്ള ദേവി യജമാനസ്വരൂപിണി. അപ്പോൾ യജ്ഞപ്രിയ, യജ്ഞകർत्री, യജമാനസ്വരൂപിണി. ഇനി ധർമാധാര, ധനാധ്യക്ഷ, ധനധാന്യവിവർദ്ധിനി. ധർമാധാര, ധർമ്മത്തിന് ആധാരമായ ദേവി. അതായത് ധർമ്മത്തിന് വിരുദ്ധമായി എന്തു കണ്ടാലും ദേവി അവിടെ ഇടപെടും. ആ ധർമ്മത്തിനൊക്കെ ആധാരം ദേവി തന്നെയാണ്. ധനാധ്യക്ഷ, ധനസമ്പത്തുകളുടെ മേൽനോട്ടം വഹിക്കുന്ന ദേവി ധനാധ്യക്ഷ. ധനധാന്യ വിവർദ്ധിനി, ധനധാന്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ദേവി. അർഹതപ്പെട്ടവർക്ക് ദേവി പ്രസാദമുണ്ടെങ്കിൽ ധനധാന്യങ്ങൾ വർദ്ധിക്കുന്നു. അതാണ് ധർമാധാര, ധനാധ്യക്ഷ, ധനധാന്യ വിവർദ്ധിനി. ഇനി വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വഭ്രമണകാരിണി. വിപ്രപ്രിയ, വിപ്രന്മാരിൽ, വിപ്രന്മാരെന്ന് വെച്ചാൽ ബ്രാഹ്മണരോട് പ്രീതിയുള്ള ദേവി. ബ്രാഹ്മണർ എന്ന് പറയുന്നത് ആത്മജ്ഞാനമുള്ളവരെയാണ് ഇവിടെ വിപ്രന്മാർ, ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരോട് പ്രിയമുള്ള ദേവി വിപ്രപ്രിയ. വിപ്രരൂപ, ആ വിപ്രന്മാർ ആത്മജ്ഞാനമുള്ളവരാണെന്ന് പറഞ്ഞു. ആ ആത്മജ്ഞാന്മാരുടെ ആത്മജ്ഞാന സ്വരൂപമായിരിക്കുന്നത്, അതാണ് വിപ്രരൂപ. ആ ആത്മജ്ഞാന സ്വരൂപമായിരിക്കുന്നതും ദേവി തന്നെയാണ്. അതാണ് വിപ്രരൂപ. വിശ്വഭ്രമണകാരിണി, ഈ വിശ്വത്തെ, പ്രപഞ്ചത്തിൻ്റെ ഭ്രമണത്തിന് കാരണമായ ദേവി. ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ഭ്രമണമുണ്ടല്ലോ, അത് ദേവി തൻ്റെ മായാശക്തി കൊണ്ടാണ് ഇങ്ങനെ ചുറ്റിത്തിരിപ്പിക്കുന്നത്. അതിന് കാരണം ദേവി തന്നെയാണ്. അതാണ് വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വഭ്രമണകാരിണി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരിയം.